ലോഫിംഗ് ഗ്യാസ്. ചിരിപ്പിക്കുന്ന വാതകം. കുറച്ച് ചിരിപ്പിക്കുന്ന വാതകം എടുക്കട്ടെ എന്ന് ചോദിച്ചാൽ നോ എന്ന് പറയണം. അതിലെ നോ എന്നാൽ അതിലെ എൻ നൈട്രസ് ആണ്, ഓ എന്നാൽ ഓക്സൈഡ്. അതാണ് നോ. നൈട്രസ് ഓക്സൈഡിന്റെ കോമൺ നെയിമാണ് ചിരിപ്പിക്കുന്ന വാതകം അഥവാ ലോഫിംഗ് ഗ്യാസ്. എങ്കിൽ ഹെവി വാട്ടർ ഏത് മൂലകത്തിന്റെ കോമൺ നെയിം ആണ് എന്ന് ചോദിക്കും. ഇങ്ങനെ ഓർത്തോളൂ, ഹെവി ഡ്യൂട്ടി കഴിഞ്ഞ് ഓടി വന്നിട്ടായിരിക്കും ഹെവി ആയിട്ട് നമ്മൾ വാട്ടർ കുടിക്കുന്നത് അല്ലേ. അതിലെ ഡ്യൂട്ടി ഓടി എന്നാൽ അല്ല ഡ്യൂട്ടി ഡ്യൂട്ടീരിയം ആണ്, ഓടി എന്നാൽ ഓക്സൈഡ്. യെസ്, ഡ്യൂട്ടീരിയം ഓക്സൈഡിന്റെ കോമൺ നെയിം ആണ് ഹെവി വാട്ടർ. ഹെവി ഡ്യൂട്ടി കഴിഞ്ഞ് ഓടി വന്ന് ഹെവി വാട്ടർ കുടിക്കും. ഡ്യൂട്ടി ഓടി എന്നാൽ ഡ്യൂട്ടീരിയം ഓക്സൈഡ്. ഓക്കെ ആണല്ലോ. എങ്കിൽ വാഷിംഗ് സോഡ, ബേക്കിംഗ് സോഡ, കോസ്റ്റിക് സോഡ, ഇതിലെല്ലാം കോമൺ ആയിട്ട് സോഡ 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 എന്നുണ്ടല്ലേ. യെസ്, ഏതൊക്കെ മൂലകങ്ങളുടെ കോമൺ നെയിം ആണ് ഇത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആ മൂലകങ്ങളുടെയും തുടക്കത്തിൽ ആ സോഡ പോലെ തന്നെ സോഡിയം ഉണ്ട് എന്ന് ഓർത്തോളൂ. അപ്പൊ എല്ലാത്തിന്റെ അവസാനം ഈ സോഡ ഉണ്ട് എന്നുണ്ടെങ്കിൽ തുടക്കത്തില് ആ മൂലകങ്ങളുടെ തുടക്കത്തിൽ സോഡിയം ഉണ്ട് എന്ന് കണക്ട് ചെയ്യണം. എങ്കിൽ വാഷിംഗ് സോഡ എന്ത് എന്നാൽ ആ സോഡിയം ഉപയോഗിച്ച് കാറാണ് വാഷ് ചെയ്യുന്നതെന്ന് കണക്ട് ചെയ്തോളൂ. യെസ്, സോഡിയം കാർബണേറ്റ്. എങ്കിൽ ബേക്കിംഗ് സോഡ എന്ത് എന്നാൽ അതിലും തുടക്കം സോഡിയം ഉണ്ടാവും. ബേക്കിംഗ് ആണ്. ബേക്ക് ചെയ്യുന്ന എന്തൊരു സാധനം നമ്മൾ ബൈ ആയിരിക്കും ചെയ്യുന്നത് അല്ലേ. കേക്ക് ബേക്ക് ചെയ്യുമ്പോൾ നമ്മൾ ബൈ ചെയ്തായിരിക്കും ആ കേക്ക് മേടിക്കുന്നത് കടയിൽ നിന്ന്. അതിന്റെ മലയാളം അപ്പക്കാരം എന്നാണ്. കടയിൽ നിന്ന് അപ്പം മേടിക്കണം എന്നുണ്ടെങ്കിലും ബൈ ചെയ്യണമല്ലേ. അപ്പൊ അങ്ങനെ ഓർത്തോളൂ, സോഡിയം ബൈ കാർബണേറ്റ് ആണ് ബേക്കിംഗ് സോഡ. എങ്കിൽ കോസ്റ്റിക് സോഡ, സോഡയുണ്ട് തുടക്കത്തിൽ സോഡിയമാണ് എന്നോർത്തോളൂ. അപ്പൊ ഭയങ്കര കോസ്റ്റ് കൂടിയ സോഡയാണത്. അപ്പൊ ഹൈ കോസ്റ്റ് ആണ് എന്നോർത്തോളൂ. സോഡിയം ഹൈഡ്രോക്സൈഡ്, അതാണ് ഹൈ കോസ്റ്റ്. ആ സോഡിയം ഹൈ കോസ്റ്റ് ആണ്, സോഡിയം ഹൈഡ്രോക്സൈഡ്. എങ്കിൽ കോസ്റ്റിക് പൊട്ടാസ്യം, കോസ്റ്റിക് പൊട്ടാഷ്, ആ പൊട്ടാസ്യവും ഇത്തി ഹൈ കോസ്റ്റ് ആണ് എന്ന് ഓർത്തോളൂ. യെസ്, പൊട്ടാസ്യം ഹൈഡ്രോക്സൈഡ്. കോസ്റ്റിക് വന്നു കഴിഞ്ഞാൽ ഹൈ ആണ്, അങ്ങനെ കണക്ട് ചെയ്യണം, ഹൈ കോസ്റ്റ് ആ ഒരു രീതിയിൽ. എങ്കിൽ ഡ്രൈ ഐസ്, ഡ്രൈ ഐസ് സോളിഡ് കാർബൺ ഡൈ ഓക്സൈഡിന്റെ കോമൺ നെയിം ആണ്. ഇങ്ങനെ ഓർത്താൽ മതി. നമ്മൾ മൂക്കിൽ നിന്നും ശ്വസിക്കുമ്പോഴത്തേക്കും ഉള്ളിലേക്ക് എടുക്കുന്നത് ഓക്സിജൻ ആണെന്നുണ്ടെങ്കിലും തിരിച്ച് പുറന്തള്ളുമ്പോൾ കൂടുതലും നമ്മൾ പുറന്തള്ളുന്നത് കാർബൺ ഡൈ ഓക്സൈഡ് ആയിരിക്കും അല്ലേ. അപ്പൊ നമുക്ക് കോൾഡ് ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ തിരിച്ച് പുറന്തള്ളുമ്പോൾ ഈ കാർബൺ ഡൈ ഓക്സൈഡ് ഡ്രൈ ഐസ് ആയിട്ടായിരിക്കും പോകുന്നത്. അപ്പൊ അത് വെച്ച് കണക്ട് ചെയ്തോളൂ. ഡ്രൈ ഐസ് എന്നാൽ നമ്മൾ ശ്വസിച്ചിട്ട് കോൾഡ് ഉള്ള സമയത്ത് തിരിച്ചു വരുമ്പം കാർബൺ ഡൈ ഓക്സൈഡ് ആയിരിക്കും കൂടുതൽ ഡ്രൈ ആയിട്ടുള്ള ഐസ് പോലെ പോകും. നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും അല്ലേ. അങ്ങനെ കണക്ട് ചെയ്യൂ. സോളിഡ് കാർബൺ ഡൈ ഓക്സൈഡ് ആണ് ഡ്രൈ ഐസ്. എങ്കിൽ മാർഷ് ഗ്യാസ് എന്ത് എന്നാൽ മീഥൈൻ ആണ്. ഈ രീതിയിൽ ഓർത്താൽ മതി. മാർഷ് ഗ്യാസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാസ് ആയിട്ടുള്ള ഗ്യാസ്. അങ്ങനെ കണക്ട് ചെയ്യൂ. മാസ് ആയിട്ടുള്ള ഗ്യാസ്, മാസ് ആയിട്ടുള്ളവർ എപ്പോഴും മീതെ ആയിരിക്കുമല്ലോ നിൽക്കുന്നത്, മീതെ. അപ്പൊ മാസ് ആയിട്ടുള്ള ഗ്യാസും മീതെ ആയിരിക്കും. യെസ്, മീഥൈൻ ആണ്. അത് മാസ് അല്ല, മാർഷ് ഗ്യാസ് ആണ് എന്നും കണക്ട് ചെയ്തോളൂ. എങ്കിൽ ക്ലോറോഫോം, ക്ലോറോഫോം എന്തിന്റെ കോമൺ നെയിം ആണ് എന്ന് ചോദിക്കണം. ട്രൈ ക്ലോറോ മീഥൈന്റെ കോമൺ നെയിം ആണ് ക്ലോറോഫോം. ട്രൈ ക്ലോറോഫോം അടിച്ചു കഴിഞ്ഞാൽ നമ്മൾ ട്രാൻസിലോട്ട് പോകുമല്ലേ, അബോധാവസ്ഥയിലാവും അല്ലേ. അപ്പൊ അത് വെച്ചിട്ട് ക്ലോറോഫോം അടിച്ചു കഴിഞ്ഞാൽ ത്രിലോകം കാണാം, അഥവാ ട്രൈ കളർ കാണാനായിട്ട് പറ്റും. മത്തായി പോവും എന്ന് കണക്ട് ചെയ്യണം. അതാണ് ട്രൈ ക്ലോറോ മീഥൈൻ അല്ലേ. ത്രിലോകം കണ്ട് മത്തായി പോവും, അതാണ് ട്രൈ ക്ലോറോ മീഥൈൻ. ക്ലോറോഫോം മൂക്കിലോട്ടൊക്കെ വലിക്കുമ്പോൾ പഴയ സിനിമയിൽ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, വില്ലന്മാരൊക്കെ നായികമാരെയൊക്കെ കടത്താനായിട്ട് മൂക്കിൽ ക്ലോറോഫോം വെച്ച് കൊടുക്കുന്നത്. അപ്പൊ ട്രൈ കളർ അല്ലെങ്കിൽ ത്രിലോകം കാണാം, അങ്ങനെ മത്തായി പോവും, അതാണ് ട്രൈ ക്ലോറോ മീഥൈൻ. ആ ഒരു രീതിയിൽ കണക്ട് ചെയ്യൂ. എങ്കിൽ ഇനി അടുത്ത് നോക്കേണ്ടത് ക്യുക്ക് ലൈം, സ്ലേക്കറ്റ് ലൈം എന്നിവയാണ്. ക്യുക്ക് ലൈം എന്ന് എന്നാൽ നീറ്റുകക്കയും, സ്ലേക്കറ്റ് ലൈം എന്ത് എന്നാൽ ചുണ്ണാമ്പുമാണ്. നീറ്റുകക്ക എന്നാൽ നീറിക്കൊണ്ടിരിക്കുന്ന ചുണ്ണാമ്പ്, അതിൽ ജലാംശം ഇല്ല എന്ന് ഓർത്തോളൂ. യെസ്, ക്യുക്ക് ലൈം എന്തിന്റെ കോമൺ നെയിം ആണ് എന്ന് ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ കാൽഷ്യം ഓക്സൈഡ്. കാൽഷ്യം ഓക്സൈഡ് ഈ ഒരു രീതിയിൽ കണക്ട് ചെയ്യാം. ക്യുക്കായിട്ട് ഒരു ലൈം കുടിക്കാൻ, ലെമൺ ജ്യൂസ് കുടിക്കാനായിട്ട് തോന്നുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ കാലുകൊണ്ട് ഓടിപ്പോവല്ലേ, കാരണം ക്യുക്കായിട്ട് പോകണം. കാലുകൊണ്ട് ഓടി എന്നാൽ കാൽസ്യം ഓക്സൈഡ് ആ ഒരു രീതിയിൽ വേണം കണക്ട് ചെയ്യാൻ. യെസ്, അപ്പൊ നീറ്റുകക്കയാണ് കാൽസ്യം ഓക്സൈഡ്, നീറിക്കൊണ്ടിരിക്കുന്ന കക്ക. എങ്കിൽ ഈ നീറ്റല് മാറ്റാനായിട്ട് കുറച്ച് വെള്ളം കൂടെ അതിൽ ചേർത്ത് കൊടുക്കണം. ആ കാൽഷ്യം ഓക്സൈഡിൽ വെള്ളം ചേർക്കുമ്പോഴത്തേക്കും കാൽഷ്യം ഹൈഡ്രോക്സൈഡ് ആയി മാറും അല്ലേ. ഹൈഡ്രജനും ഓക്സിജനും H2O ജലം ഉള്ളതുപോലെ. അപ്പൊ കാൽഷ്യം ഹൈഡ്രോക്സൈഡ് ആയിട്ട് മാറുമ്പോഴത്തേക്കും അത് സ്ലേക്കറ്റ് ലൈം ആവും, ചുണ്ണാമ്പ് അല്ലെങ്കിൽ പ്യുവർ കുമ്മായം. കാൽസ്യം ഓക്സൈഡ് എന്ത് എന്നാൽ നീറ്റുകക്കയാണ്. അല്ല എന്നുണ്ടെങ്കിൽ ക്യുക്ക് ലൈം, ക്യുക്കായിട്ട് ലൈം കുടിക്കാൻ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ കാല് കൊണ്ട് ഓടും, അതാണ് കാൽഷ്യം
ഓക്സൈഡ്. എങ്കിൽ സ്ലേക്കഡ് ലൈം എന്ത് എന്നാൽ അതിൽ കുറച്ച് ജലവും കൂടെ ചേർത്ത് കൊടുത്തു കഴിഞ്ഞാൽ സ്ലേക്ക് ചെയ്യാൻ പറ്റും ആ ലൈം. യെസ്, കാൽസ്യം ഹൈഡ്രോക്സൈഡ്, ഹൈഡ്രജനും ഓക്സിജനും ജലത്തിന്റെ ഫോമിലോട്ട് വന്നു. അതാണ് ചുണ്ണാമ്പ്. മറ്റത് നീറ്റ് കക്ക. ആ ഒരു രീതിയിൽ കണക്ട് ചെയ്ത് വെക്കൂ. യൂറിയ എന്തിന്റെ കോമൺ നെയിം ആണ് എന്ന് ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ അത് കാർബമൈഡിന്റെ കോമൺ നെയിം ആണ് യൂറിയ. സോറി, ഇവിടെ സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ഉണ്ട്. കാർബമൈഡ് എന്നാണ്. ഈ നായ്ക്കളെയൊക്കെ ഓർത്തോളൂ. നായ്ക്കള് കാറ് കണ്ടു കഴിഞ്ഞു കഴിഞ്ഞാൽ അപ്പൊ പോയി യൂറിൻ പാസ് ചെയ്യുമല്ലേ, അപ്പൊ അത് വെച്ച് കണക്ട് ചെയ്യണം. യൂറിയ എന്നാൽ നായ്ക്കള് യൂറിൻ പാസ് ചെയ്തു എന്ന് വെച്ച് കണക്ട് ചെയ്താൽ മതി. എവിടെ? കാറിലാണ്. യെസ്, കാർബമൈഡ്. എങ്കിൽ എപ്സം, എപ്സം എന്തിന്റെ കോമൺ നെയിം ആണ് എന്ന് ചോദിക്കും. അത് മഗ്നീഷ്യം സൾഫേറ്റ്. എപ്സമിലെ ലാസ്റ്റ് 3 ലെറ്റർ SOM, സം എന്നല്ലേ വരുന്നത്. അത് തിരിച്ചിട്ടാൽ മോസ് എന്ന് വരുമല്ലേ. മോസ് അത് മാസ് ആണ് എന്ന് ഓർത്തോളൂ. മാസ് എന്നാൽ അതിൽ MA മഗ്നീഷ്യവും അവസാനത്തെ S, ആ എസിൽ തുടങ്ങുന്ന സൾഫർ, സൾഫേറ്റ്. ആ ഒരു രീതിയിൽ കണക്ട് ചെയ്യണം. അപ്പൊ മാസ് എന്നാൽ മഗ്നീഷ്യം സൾഫേറ്റ്. എങ്കിൽ ബ്ലൂ വിട്രിയോള്, ഗ്രീൻ വിട്രിയോള്, വൈറ്റ് വിട്രിയോള്, ഇതിൽ മൂന്നിലും കോമൺ ആയിട്ട് വിട്രിയോൾ ഉണ്ട്. അതുകൊണ്ട് തന്നെ ഈ മൂന്നിന്റെയും അവസാനം സൾഫേറ്റ് ഉണ്ട് എന്ന് ഓർത്തോളൂ. ബ്ലൂ വിട്രിയോള്, ഗ്രീൻ വിട്രിയോള്, വൈറ്റ് വിട്രിയോളിന്റെ ഒക്കെ അവസാനം സൾഫേറ്റ് ഉണ്ട് കോമൺ ആയിട്ട്. കാരണം ഇതിലും എല്ലാത്തിലും വിട്രിയോള് 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 എന്ന് ഉണ്ടല്ലോ. ബ്ലൂ വിട്രിയോള് എന്തിന്റെ കോമൺ നെയിം ആണ് എന്ന് ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ കോപ്പർ സൾഫേറ്റ്. കോപ്പർ സൾഫേറ്റ്. ആ ഒരു രീതിയിൽ ഓർക്കണം. അപ്പൊ ബ്ലൂ എന്നാൽ ബ്ലൂ കപ്പ് എന്ന് ഓർത്തോളൂ. ബ്ലൂ കപ്പ് ഇന്ത്യൻ ജേഴ്സി ആണല്ലേ ക്രിക്കറ്റ് ടീമിന്റെ ബ്ലൂ. അപ്പൊ ആ ബ്ലൂ കപ്പ്. യെസ്, ബ്ലൂ കപ്പ് എന്നാൽ കോപ്പർ ആണ്. കോപ്പർ സൾഫേറ്റ്. വിട്രിയോൾ ഉണ്ടെന്നുണ്ടെങ്കിൽ അവസാനം സൾഫേറ്റ് കോമൺ ആയിട്ട് കാണും എന്നോർക്കണം. എങ്കിൽ ഗ്രീൻ വിട്രിയോള് ഫെറസ് സൾഫേറ്റ് അഥവാ അയൺ സൾഫേറ്റ്. ഫെറസ് എന്നാൽ ഇരുമ്പിന്റെ അല്ലെ, അയണിന്റെ മറ്റൊരു നാമമാണ് ഫെറസ് എന്നത്. അപ്പൊ അയൺ സൾഫേറ്റ് അഥവാ ഫെറസ് സൾഫേറ്റ്. ഗ്രീൻ വിട്രിയോള് അല്ലെ. ഗ്രീൻ വിട്രിയോള് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പച്ചിരുമ്പ് എന്നൊക്കെ അല്ലേ പറയുന്നത്. പച്ചിരുമ്പ്, പച്ച, അത് വെച്ചിട്ട് കണക്ട് ചെയ്യണം. ഗ്രീൻ എന്നാൽ പച്ച, പച്ചിരുമ്പ്. പച്ചിരുമ്പ് എന്നാൽ അയണാണ്. അയൺ സൾഫേറ്റ്, ഫെറസ് സൾഫേറ്റ്. ആ ഒരു രീതിയിൽ ഓർത്തോളൂ. എങ്കിൽ വൈറ്റ് വിട്രിയോൾ എന്ത് എന്നാൽ സിങ്ക് സൾഫേറ്റ്. വൈറ്റ് എന്നാൽ ഈ സ്കിന്നൊക്കെ വന്നിട്ട് കൂടുതൽ വൈറ്റ് ടോൺ ആവാനായിട്ടുള്ള സൺസ്ക്രീനിലൊക്കെ ഏറ്റവും കൂടുതലുള്ളത് സിങ്ക് ആണല്ലേ. ഈ പൗഡറിലൊക്കെ കൂടുതലുള്ളത് സിങ്ക് ആണ്. സിങ്ക് എന്ന് പറയുമ്പോൾ തന്നെ വൈറ്റ് ആണ്. അപ്പൊ അത് വെച്ച് ഓർത്തോളൂ. സിങ്ക് സൾഫേറ്റ് ആണ് വൈറ്റ് വിട്രിയോള്. അപ്പൊ ഈ വിട്രിയോള് വരാണെന്നുണ്ടെങ്കിൽ എല്ലാത്തിന്റെയും അവസാനം സൾഫേറ്റ് ഉണ്ട് എന്ന് ഓർത്തോളൂ. അപ്പൊ ബ്ലൂ വിട്രിയോൾ ആണെന്നുണ്ടെങ്കിൽ ബ്ലൂ കപ്പ്. ആ രീതിയിൽ ഓർക്കണം. യെസ്, കപ്പ് എന്നാൽ കോപ്പർ സൾഫേറ്റ് ആണ്. ഗ്രീൻ വിട്രിയോൾ എന്നാൽ ഗ്രീൻ എന്നാൽ പച്ച. യെസ്, പച്ചിരുമ്പ് എന്ന് ഓർത്തോളൂ. ഇരുമ്പ് എന്നാൽ അയൺ ആണ് അഥവാ ഫെറസ്. അയൺ സൾഫേറ്റ് അഥവാ ഫെറസ് സൾഫേറ്റ്. എങ്കിൽ വൈറ്റ് വിട്രിയോൾ എന്ത് എന്നാൽ സിങ്ക് സൾഫേറ്റ് ആണ്. ഈ ഒരു രീതിയിൽ ഓർത്തോളൂ. ഈ സ്കിൻ കെയർ ക്രീമിലെല്ലാം സിങ്ക് അടങ്ങിയിട്ടുള്ള സിങ്ക് ഓക്സൈഡ് ആണ് ഏറ്റവും കൂടുതൽ ചേർക്കുന്നത്. അപ്പൊ വെളുക്കാനായിട്ടാണ്. അത് വെച്ച് കണക്ട് ചെയ്യണം. സിങ്ക് എന്നാൽ വെളുപ്പ്, വൈറ്റ് ആണ്. യെസ്, സിങ്ക് സൾഫേറ്റ് ആണ് വൈറ്റ് വിട്രിയോള്. എങ്കിൽ മൊഹർ സാൾട്ട് എന്ത് എന്നാൽ ഈ ഒരു രീതിയിൽ ഓർത്തോളൂ. ഗ്രീൻ വിട്രിയോള് നമ്മൾ പറഞ്ഞായിരുന്നു. ഗ്രീൻ എന്നാൽ പച്ച, പച്ചിരുമ്പ്. യെസ്, അയൺ, അയൺ സൾഫേറ്റ് അഥവാ ഫെറസ് സൾഫേറ്റ്. ഗ്രീൻ വിട്രിയോളില് അമോണിയം മോറായിട്ട് ആഡ് ചെയ്താൽ മൊഹർ സാൾട്ട് ആവും എന്ന് ഓർത്തോളൂ. ഗ്രീൻ വിട്രിയോൾ എന്തെന്നാൽ ഫെറസ് സൾഫേറ്റ് ആണ്. അതിൽ അമോണിയം മോറായിട്ട് ആഡ് ചെയ്യാനാണ് പറയുന്നത്. യെസ്, അമോണിയം ഫെറസ് സൾഫേറ്റ് അഥവാ അമോണിയം അയൺ സൾഫേറ്റ് ആണ് മൊഹർ സാൾട്ട്. ഗ്രീൻ വിട്രിയോളില് അമോണിയം മോറായിട്ട് ആഡ് ചെയ്താൽ മൊഹർ സാൾട്ട് കിട്ടും. ആ ഒരു പ്രോസസ്സിൽ പഠിക്കണം. എങ്കിൽ ബ്ലീച്ചിങ് പൗഡർ, ബ്ലീച്ചിങ് പൗഡർ കാലിനടുത്ത് ഒഴിക്കും ചൊറി മാറാൻ. വൃത്തിഹീനമായിട്ടുള്ള സ്ഥലത്തൂടെ നടക്കുമ്പോഴത്തേക്കും എന്താണ് കാലിനടുത്ത് ഒഴിക്കും എന്ന് ഓർത്തോളൂ. കാല് എന്നാൽ കാൽസ്യം, ഒഴിക്കും ചൊറി മാറാൻ എന്നാൽ കാൽസ്യം ഓക്സി ക്ലോറൈഡ്. ഒഴിക്കും ചൊറി മാറാൻ ഓക്സി ക്ലോറൈഡ്. ആ ഒരു രീതിയിൽ ഓർത്തോളൂ അല്ലെ. ബ്ലീച്ചിങ് പൗഡർ വൃത്തിഹീനമായിട്ടുള്ള സ്ഥലത്തായിരിക്കും കൂടുതലും വന്നിട്ട് അപ്ലൈ ചെയ്യുന്നത്. അപ്പൊ അതുവഴി നമ്മൾ നടന്ന് പോവുകയാണെന്നുണ്ടെങ്കിൽ കാലിനടുത്തായിരിക്കും ഒഴിക്കുന്നത് ചൊറി മാറാൻ. യെസ്, കാല് എന്നാൽ കാൽഷ്യം, ഒഴിക്കുക ചൊറി മാറുക എന്നാൽ ഓക്സി ക്ലോറൈഡ്. ആ ഒരു രീതിയിൽ കണക്ട് ചെയ്യൂ. എങ്കിൽ പ്ലാസ്റ്റർ ഓഫ് പാരീസ് എന്തിന്റെ കോമൺ നെയിം ആണ് എന്ന് ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ കാൽഷ്യം സൾഫേറ്റ് ആണ്. ഈ ഒരു രീതിയിൽ ഓർത്താൽ മതി. അതിലൊരു പ്ലാസ്റ്റർ ഉണ്ട്. നമ്മള് എപ്പോഴും പ്ലാസ്റ്റർ ഇടുന്നത് ഈ കാലൊക്കെ സഫർ ചെയ്യുമ്പോഴാണ്, ഒടിയുമ്പോഴല്ലേ. അപ്പൊ ആ രീതിയിൽ കണക്ട് ചെയ്യണം. ഒടിഞ്ഞ് കാല് സഫർ ചെയ്യുമ്പോഴാണ് പ്ലാസ്റ്റർ ഇടുന്നത്. അതിൽ കാല് എന്നാൽ കാൽഷ്യം, സഫർ എന്നാൽ സൾഫർ സൾഫേറ്റ് ആണ് എന്ന് പഠിക്കൂ. യെസ്, കാൽഷ്യം സൾഫേറ്റ് ആണ് പ്ലാസ്റ്റർ ഓഫ് പാരീസ്. പ്ലാസ്റ്റർ ഇടുന്നത് കാല് സഫർ ചെയ്യുമ്പോൾ കാൽഷ്യം സൾഫേറ്റ്. ആ ഒരു രീതിയിൽ കണക്ട് ചെയ്യണം. എങ്കിൽ ഈ പ്ലാസ്റ്റർ ഓഫ് പാരീസ് ഒരു പർട്ടിക്കുലർ ടെമ്പറേച്ചറിൽ ചൂടാക്കുമ്പോഴത്തേക്കാണ് അത് ജിപ്സമായി മാറുന്നത് എന്ന് ഓർത്തോളൂ. പാരീസിൽ ചൂട് കൂടിയാൽ ജിപ്സിയിൽ കടക്കും എന്ന് കണക്ട് ചെയ്യണം. അതാണ്
ജിപ്സം. പ്ലാസ്റ്റർ ഓഫ് പാരീസ് കാൽഷ്യം സൾഫേറ്റ് ആണ്. ചൂടാക്കുമ്പോഴത്തേക്ക് അത് ഡീഹൈഡ്രേറ്റ് ആവും. എപ്പോഴും ഹൈഡ്രേറ്റ് ചെയ്യുക എന്ന് പറയുമ്പോഴത്തേക്കും നിങ്ങൾ ഹൈഡ്രേറ്റ് ആവണം എന്ന് പറയുമ്പോഴത്തേക്കും ധാരാളം ജലം കുടിക്കാനായിട്ട് പറയുമല്ലേ. ഡീഹൈഡ്രേറ്റ് എന്ന് പറയുമ്പോഴത്തേക്കും ശരീരത്തിലെ ജലം നഷ്ടപ്പെടുന്നതാണ്. അപ്പൊ അത് വെച്ചിട്ട് കണക്ട് ചെയ്താൽ മതി. കാൽഷ്യം സൾഫേറ്റ് ഡീഹൈഡ്രേറ്റ് ആവുമ്പോഴത്തേക്കായിരിക്കും അത് പ്ലാസ്റ്റർ ഓഫ് പാരീസ് ജിപ്സമായി മാറുന്നത്. ഡീഹൈഡ്രേറ്റ് ചെയ്യാൻ എന്ത് ചെയ്യണം? ചൂടാക്കുമ്പോഴത്തേക്കും ജലാംശം നഷ്ടപ്പെടും. ആ ഒരു രീതിയിൽ കണക്ട് ചെയ്യണം. അപ്പൊ പ്ലാസ്റ്റർ ഓഫ് പാരീസ്, പ്ലാസ്റ്റർ ഇടുന്നത് കാല് സഫർ ചെയ്യുമ്പോഴത്തേക്കും കാൽഷ്യം സൾഫേറ്റ്, എങ്കിൽ അത് ചൂടാക്കുമ്പോഴത്തേക്കും പാരീസിൽ നിന്ന് ജിപ്സിയിലേക്ക് പോകും എന്നാണ് പറഞ്ഞത്. യെസ്, ജിപ്സമായി മാറും. അപ്പൊ കാൽഷ്യം സൾഫേറ്റ് ഡീഹൈഡ്രേറ്റ് ആവും. യെസ്, കാൽഷ്യം സൾഫേറ്റ് ഡീഹൈഡ്രേറ്റ് ആണ് ജിപ്സം. എങ്കിൽ അടുത്ത മൂലകം നോക്കുന്നതിന് മുന്നേ ഒരു റിക്വസ്റ്റ് ഉണ്ട്. ആഞ്ജനേയ ടെക് അക്കാഡമിക്സിന്റെ യൂട്യൂബ് ചാനൽ നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യൂ. PSC ആണെന്നുണ്ടെങ്കിലും റെയിൽവേ ആണെന്നുണ്ടെങ്കിലും SSC ആണെന്നുണ്ടെങ്കിലും തുടങ്ങിയ എല്ലാ മത്സര പരീക്ഷകൾക്കും വേണ്ടിയിട്ട് കോഡിലൂടെ കണക്ട് ചെയ്ത് പഠിപ്പിച്ചിട്ടുള്ള ധാരാളം ക്ലാസ്സുകൾ ഞങ്ങൾ ചെയ്തിട്ടുണ്ട്. നിങ്ങൾ ക്ലാസ് എല്ലാം കാണും. ഉറപ്പായിട്ടും നിങ്ങൾക്ക് ഉപകാരപ്പെടും. നിങ്ങളുടെ കൂട്ടുകാർക്കും ഷെയർ ചെയ്യാനായിട്ട് മറക്കരുത്. ക്ലാസ് കണ്ടതിന് ശേഷം നിങ്ങളുടെ അഭിപ്രായം എന്ത് തന്നെയാണെന്നുണ്ടെങ്കിലും കമന്റ് ചെയ്യാനും മറക്കരുത്. ഈ ക്ലാസ്സിന്റെയൊക്കെ നോട്ട് വേണമെന്നുണ്ട് എങ്കിൽ ഡിസ്ക്രിപ്ഷനിൽ ടെലഗ്രാം ചാനലിന്റെ ലിങ്ക് കൊടുത്തിട്ടുണ്ടാവും. അവിടെയും ജോയിൻ ചെയ്തോളൂ. അപ്പോൾ ക്ലാസ് സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് മറക്കണ്ട. ഓക്കെ, അപ്പൊ നമ്മൾ അടുത്ത് നോക്കാനായിട്ട് പോകുന്നതാണ് മെർക്കുറി. മെർക്കുറി എന്ത് എന്നാൽ അതിന്റെ കോമൺ നെയിം ക്യുക്ക് സിൽവർ എന്നാണ്. മെർക്കുറിയെ കുറിച്ച് പറയുമ്പോഴത്തേക്കും ദ്രാവക രൂപത്തിലുള്ള ലോകമാണ്. സിൽവറിനെ പോലെ വെള്ളി കളറിലാണ് മെർക്കുറി കാണപ്പെടുന്നത്. മെർക്കുറി നിങ്ങൾ തറയിലോ അല്ലാന്നുണ്ടെങ്കിൽ ഒരു പാനയിലോട്ടൊക്കെ ഒഴിക്കുകയാണെന്നുണ്ടെങ്കിൽ അതിന്റെ അവസ്ഥ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ചേമ്പില് വെള്ളം ഒഴിക്കും പോലെയാണ്. അത് അങ്ങും ഇങ്ങും നിൽക്കാതെ വിട്ട് ഓടിക്കളിച്ചുകൊണ്ട് നിൽക്കും. ക്യുക്കായിട്ട് ഇങ്ങനെ ഓടിക്കളിച്ചുകൊണ്ടിരിക്കും. അപ്പൊ അതുകൊണ്ട് തന്നെ ക്യുക്ക് സിൽവർ എന്നാണ് മെർക്കുറി അറിയപ്പെടുന്നത് എന്ന് ഓർത്തോളൂ. മെർക്കുറിക്ക് വിസ്കോസിറ്റി വളരെ കുറവാണ്. സിമ്പിൾ ആയിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ പശപശപ്പ്, ഒട്ടിപ്പിടിച്ച് നിൽക്കാനുള്ള കഴിവ് വളരെ കുറവാണ്. ജലത്തിനും വിസ്കോസിറ്റി വളരെ കുറവാണ്. അതുകൊണ്ടാണ് ജലം ഒഴിക്കുമ്പോഴത്തേക്കും ഒഴുകി നടക്കുന്നത്. എങ്കിൽ എണ്ണ, തേനൊക്കെ ആണെന്നുണ്ടെങ്കിൽ അങ്ങനെയല്ലേ, തറയിലൊക്കെ ഒഴിക്കുകയാണെന്നുണ്ടെങ്കിൽ അധികം ഒഴുകത്തില്ല, ഒട്ടിപ്പിടിച്ച് നിൽക്കും. അതുപോലത്തെ ഒരു ലോഹമാണ്, ദ്രാവക രൂപത്തിൽ കാണപ്പെടുന്ന ഒരു ലോഹമാണ് മെർക്കുറി. അപ്പോ തറയിലോട്ട് ഒഴുകുകയാണെന്നുണ്ടെങ്കിൽ വളരെ വിസ്കോസിറ്റി കുറവായതുകൊണ്ട് തന്നെ അത് ഒഴുകി നടക്കും. ഈ ചേമ്പലയിലൊക്കെ വെള്ളം ഒഴിക്കുന്നത് പോലെ സിൽവറിന്റെ കളറുമാണ്. അതുകൊണ്ട് ക്യുക്ക് സിൽവർ എന്നറിയപ്പെടുന്നത് മെർക്കുറിയാണ് എന്ന് ഓർത്തോളൂ. ഇനി നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് കാൽഷ്യം കാർബണേറ്റ്സിന്റെ രൂപഭേദങ്ങളാണ് അഥവാ കോമൺ നെയിംസ് ആണ്. ചോക്ക്, ലൈം സ്റ്റോൺ, ചുണ്ണാമ്പ് കല്ല്, മാർബിൾ, എക്സെല്ല് ഇവയെല്ലാം കാൽഷ്യം കാർബണേറ്റ്സിന്റെ രൂപഭേദങ്ങളാണ്. അപ്പൊ നമുക്ക് ഈ ഒരു രീതിയിൽ കണക്ട് ചെയ്യാം. എഗ്ഗ് കുടിച്ചപ്പോഴത്തേക്കും ചുമച്ചു എന്ന് ഓർത്തോളൂ. എഗ്ഗ് എന്നാൽ എക്സെല്ല് മുട്ടത്തോടാണ്. ചുമച്ചു എന്നാൽ അതിലെ ചു എന്നാൽ ചുണ്ണാമ്പ് കല്ല്, മാ എന്നാൽ മാർബിള്, വീണ്ടും ഒരു ചൂ ഉണ്ട്, അത് ചോക്കാണ് എന്ന് ഓർത്തോളൂ. എഗ്ഗ് കുടിച്ചപ്പോഴത്തേക്കും ചുമച്ചു, ചുമക്കുമ്പോഴത്തേക്കും കാറും, യെസ് കാർബണേറ്റ് ഉണ്ട്, കാൽഷ്യം കാർബണേറ്റ് ആണ് എന്ന് ഓർത്തോളൂ. അപ്പൊ ഇതിന്റെ എല്ലാം കോമൺ നെയിം കാൽഷ്യം കാർബണേറ്റിന്റെ കോമൺ നെയിംസ് ആണ് ഇതെല്ലാം. അപ്പൊ കാൽഷ്യം കാർബണേറ്റ് എന്ന് വെച്ചിട്ട് ഈ 4 കാര്യവും കണക്ട് ചെയ്യണം. എഗ്ഗ് കുടിച്ചപ്പോഴത്തേക്കും ചുമച്ചു, എഗ്ഗ് എന്നാൽ എക്സെല്ല്, ചു എന്നാൽ ചോക്കുണ്ട്, പിന്നെ വന്നിട്ട് മാർബിൾ ഉണ്ട്, പിന്നെ ചുണ്ണാമ്പ് കല്ല് ഉണ്ട് എന്ന് ഓർത്തോളൂ. എങ്കിൽ പൊട്ടാഷ്യം ആലം അതിൽ തന്നെ ഉണ്ട്. പൊട്ടാഷ് എന്നാൽ പൊട്ടാസ്യവും, അതിൽ SH സൾഫർ ഉണ്ട് എന്നോർത്തോളൂ. ആലം എന്നാൽ അലുമിനിയവും ഉണ്ട്. യെസ്, പൊട്ടാസ്യം അലുമിനിയം സൾഫേറ്റ് ആണ് പൊട്ടാഷ് ആലം. അതിലെ പൊട്ടാഷിലെ പൊട്ട എന്നാൽ പൊട്ടാസ്യം, SH അതിലെ S വെച്ചിട്ട് സൾഫർ കണക്ട് ചെയ്യണം. ആലം എന്നാൽ അലുമിനിയം, പൊട്ടാസ്യം അലുമിനിയം സൾഫേറ്റ് ആണ്. എങ്കിൽ സാൻഡ് എന്നാൽ മണൽ വെച്ചിട്ട് നമുക്ക് കണക്ട് ചെയ്യാം. സാൻഡ് കണ്ണിൽ വീഴാതിരിക്കാൻ നമ്മൾ ഓടുമല്ലേ. യെസ്, കണ്ണ് എന്നാൽ സിലിക്കൺ ആണ്, ഓടുക എന്നാൽ ഓക്സൈഡ് ആണ്. സിലിക്കൺ ഓക്സൈഡ് ആണ് സാൻഡ് എന്നാൽ മണല് വെച്ചിട്ട് ഓർത്തോളൂ, കണ്ണിൽ വീഴാതിരിക്കാൻ ഓടും, സിലിക്കൺ ഓക്സൈഡ്. എങ്കിൽ മിൽക്ക് ഓഫ് മെഗ്നീഷ്യ അതാണ് മെഗ്നീഷ്യം ഹൈഡ്രോക്സൈഡ്. മിൽക്ക് പോലെ ഇരിക്കുന്ന മെഗ്നീഷ്യ, മിൽക്ക് പോലെ എന്ന് പറയുമ്പോഴത്തേക്കും വെള്ളം പോലെയല്ലേ, വെള്ളം എന്ന് പറയുമ്പോഴത്തേക്ക് ഹൈഡ്രജനും ഓക്സിജനും ഉണ്ടാവും. അപ്പൊ മെഗ്നീഷ്യത്തിൽ ഹൈഡ്രജനും ഓക്സിജനും ഉണ്ട് എന്ന് ഓർത്തോളൂ. മെഗ്നീഷ്യം ഹൈഡ്രോക്സൈഡ് ആണ് മിൽക്ക് ഓഫ് മെഗ്നീഷ്യ. ആ ഒരു രീതിയിൽ കണക്ട് ചെയ്യണം. എങ്കിൽ നൈറ്റർ പൊട്ടാസ്യം നൈട്രേറ്റ് ആണ്. നൈറ്റർ എന്നാൽ അതില് നൈട്രേറ്റ് ഉണ്ട്, നൈറ്റർ വെച്ചിട്ട് നൈട്രേറ്റ് ഉണ്ട്, നൈറ്റ് പൊട്ടും എന്നോർത്തോളൂ. ആണ് പൊട്ടാസ്യം നൈട്രേറ്റ്. നൈറ്റർ എന്നാൽ നൈറ്റ് പൊട്ടും, നൈറ്റ് എന്നാൽ നൈറ്റർ, പൊട്ടും എന്നാൽ പൊട്ടാസ്യം നൈട്രേറ്റ് ആണ്. എങ്കിൽ ഫിലോസഫേഴ്സ് വൂള് സിങ്ക് ഓക്സൈഡ് ആണ്. തത്വചിന്തകന്മാരുടെ കമ്പിളി. ഓസിന് തത്വചിന്ത പറയും എന്നോർത്തോളൂ. തത്വചിന്തകന്മാരെല്ലാം ഓസി ആണ് എന്നും ഓർത്താൽ മതി. അതിൽ O എന്നാൽ ഓക്സൈഡ് ആണ്, സി എന്നാൽ സിങ്ക് തിരിച്ചിട്ടാൽ മതി. സിങ്ക് ഓക്സൈഡ് ആണ് ഫിലോസഫേഴ്സ് വൂള് അഥവാ തത്വചിന്തകന്മാരുടെ
കമ്പിളി. എങ്കിൽ വിനിഗർ എന്തിന്റെ കോമൺ നെയിം ആണ് എന്ന് ചോദിക്കും. അസറ്റിക് ആസിഡിന്റെ കോമൺ നെയിം ആണ് വിനിഗർ. ഈ ഒരു രീതിയിൽ ഓർത്താൽ മതി. വിനിഗർ എന്ന് പറയുമ്പോഴത്തേക്ക് അതിലൊരു വിനി ഉണ്ടല്ലോ, വിനിയുടെ അസറ്റ് ആണ് എന്ന് ഓർത്തോളൂ. വിനിയുടെ അസറ്റ്, യെസ്, അസറ്റിക് ആസിഡ് വിനിഗർ ആണ്. എങ്കിൽ ഇനി നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് 3 തരത്തിലുള്ള ഉപ്പുകളെ കുറിച്ചിട്ടാണ്. ഒന്ന്, നമ്മളെല്ലാവരും കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്ന സാൾട്ട്, അത് നിങ്ങൾക്കറിയാം, സോഡിയം ക്ലോറൈഡ്. അല്ലാന്നുണ്ടെങ്കിൽ ഈ ഒരു രീതിയിൽ ഓർത്താൽ മതി, കോമൺ സാൾട്ട് എന്നാൽ നമുക്ക് ചുരുക്കി CS എന്ന് വിളിക്കാം. അതിനെ തിരിച്ചിട്ട് കഴിഞ്ഞു കഴിഞ്ഞാൽ SC എന്നാണ്. അതിൽ S വെച്ചിട്ട് സോഡിയവും ആ C വെച്ചിട്ട് ക്ലോറൈഡും ഓർത്തോളൂ. ഏറെങ്കിലും സോഡിയത്തിന്റെ ചുരുക്കെഴുത്ത് എന്ന് പറയുമ്പോഴത്തേക്കും Na എന്നാണ്. നമ്മളിൽ അങ്ങനെയല്ല, കോഡിന് വേണ്ടിയിട്ട് കണക്ട് ചെയ്യാനാണ് പറയുന്നത്. കോമൺ സാൾട്ട് CS തിരിച്ചിട്ടാൽ SC, അതിൽ S സോഡിയം, C എന്നാൽ ക്ലോറൈഡ്, സോഡിയം ക്ലോറൈഡ് ആണ്. എങ്കിൽ ഇന്ദുപ്പ് പൊട്ടാസ്യം ക്ലോറൈഡ്, ഉപ്പ് എന്ത് വരികയാണെന്നുണ്ടെങ്കിൽ അവസാനം ക്ലോറൈഡ് ഉണ്ടാവും എന്ന് കണക്ട് ചെയ്യണം. അപ്പൊ ഇനി ഇന്ദുപ്പും നവസാരവുമാണ് നോക്കേണ്ടത്. അപ്പൊ കോമൺ സാൾട്ട്, ഇന്ദുപ്പ്, നവസാരം ഇതെല്ലാം 3 തരത്തിലുള്ള ഉപ്പുകളാണ് എന്ന് കണക്ട് ചെയ്തോളൂ. കോമൺ സാൾട്ട് സോഡിയം ക്ലോറൈഡ്, ഇന്ദുപ്പ് അതിലും ക്ലോറൈഡ് ഉണ്ട്, അത് പൊട്ടാസ്യം ക്ലോറൈഡ് ആണ്. ഇന്ദു പെട്ടെന്ന് പൊട്ടിത്തെറിക്കും എന്നോർത്തോളൂ, അത് വെച്ചിട്ട് പൊട്ടുക എന്നാൽ പൊട്ടാസ്യം ക്ലോറൈഡ്. എങ്കിൽ നവസാരം എന്ന് പറയുമ്പോഴത്തേക്കും അമ്മ യൂസ് ചെയ്യുന്ന ഉപ്പാണെന്ന് കണക്ട് ചെയ്യണം. യെസ്, അമ്മ എന്നാൽ അമോണിയം ക്ലോറൈഡ് ആണ്. ആ ഒരു രീതിയിൽ കണക്ട് ചെയ്യൂ. എങ്കിൽ മ്യൂറിയാറ്റിക് ആസിഡ് ഹൈഡ്രോക്ലോറിക് ആസിഡ് ആണ് എന്നും ഓർത്തോളൂ. HCl, മ്യൂറിയാറ്റിക് ആസിഡ് ഹൈഡ്രോക്ലോറിക് ആസിഡ് ആണ്. ഹൈഡ്രോക്ലോറിക് ആസിഡ് ദേഹത്ത് വീണ് കഴിഞ്ഞാൽ മുറിയും എന്ന് ഓർക്കണം. അത് വെച്ചിട്ട് മ്യൂറിയാറ്റിക് ആസിഡ് ഹൈഡ്രോക്ലോറിക് ആസിഡ്. എല്ലാ ആസിഡുകളിലും അടങ്ങിയിട്ടുള്ള മൂലകം ഏത് എന്ന് മത്സര പരീക്ഷയിൽ ചോദിക്കാറുണ്ട്. അത് ഹൈഡ്രജൻ ആണ്. ആസിഡുകൾ ഹൈലി സെൻസിറ്റീവ് ആണല്ലേ, ഹൈഡ്രജനെ പോലെ. അങ്ങനെ ഹൈഡ്രജൻ ഉണ്ടാകും എന്ന് ഓർത്തോളൂ. അപ്പൊ എല്ലാ ആസിഡുകളിലും അടങ്ങിയിട്ടുള്ള മൂലകം ഹൈഡ്രജൻ ആണ്. അപ്പൊ മ്യൂറിയാറ്റിക് ആസിഡ് എന്നറിയപ്പെടുന്നത് ആ ആസിഡ് വീണാൽ മുറിയും ഹൈഡ്രോക്ലോറിക് ആസിഡ് ആണ് എന്ന് ഓർത്തോളൂ. എങ്കിൽ ഓയിൽ ഓഫ് വിട്രിയോൾ എന്നറിയപ്പെടുന്നത് എന്തിന്റെ കോമൺ നെയിം ആണെന്ന് ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ സൾഫ്യൂറിക് ആസിഡിന്റെ കോമൺ നെയിം ആണ് ഓയിൽ ഓഫ് വിട്രിയോൾ. ഇതിന് എന്തെങ്കിലും കോഡ് ഉണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾ കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യേണ്ടതാണ്. അപ്പൊ ഈ ക്ലാസ്സിൽ നമുക്ക് ഇത്രയും കാര്യങ്ങളെ നോക്കാനുള്ളൂ. ക്ലാസ് നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ട് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായം എന്ത് തന്നെയാണെന്നുണ്ടെങ്കിലും കമന്റ് ബോക്സിൽ രേഖപ്പെടുത്താനും മറക്കണ്ട. ഈ ക്ലാസ്സിന്റെയൊക്കെ നോട്ട് വേണമെന്നുണ്ടെങ്കിൽ, ഞങ്ങൾ ചെയ്തിട്ടുള്ള വേറെയും ക്ലാസ്സുകളുടെ നോട്ട് വേണമെന്നുണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ ടെലഗ്രാം ചാനലിന്റെ ലിങ്ക് കൊടുത്തിട്ടുണ്ടാവും, അവിടെയും ജോയിൻ ചെയ്തോളൂ. അപ്പോൾ അടുത്ത ക്ലാസ്സിൽ വീണ്ടും കാണാം. വിഷ്ണു ചിരഞ്ജീവ്. പഠിക്കൂ പഠിച്ചുകൊണ്ടിരിക്കൂ.